ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ക്യോളനിലേക്കാണ് കേട്ടോ. ജർമ്മനിയിലെ ക്യോളൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു കത്തീഡ്രൽ കാണാനായിട്ടാണ് ഇന്ന് പോകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണ് ഈ കോൾനർ ഡോം എന്ന് പറയുന്ന ഈ ഒരു കത്തീഡ്രൽ. ലോകത്തിൽ 3-ാം സ്ഥാനവും യൂറോപ്പിൽ 2-ാം സ്ഥാനവുമാണ് ഈ ഒരു കത്തീഡ്രലിനുള്ളത്. 1248 ഓഗസ്റ്റ് 15 ഈ ഒരു പള്ളി പണിയാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. 632 വർഷം എടുത്തു ഈ ഒരു പള്ളി പണിത് പൂർത്തിയാക്കാനായിട്ട്. പക്ഷെ ഇപ്പോഴും ഇത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2-ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് ഈ ഒരു ദേവാലയം തകർക്കപ്പെട്ടിരുന്നു. 14 ഏരിയൽ ബോംബിംഗ് ആണ് ഈ ഒരു ദേവാലയത്തിന് മുകളിൽ വന്നത്. അത് തകർക്കപ്പെട്ടതിന് ശേഷം വീണ്ടും അവർ റിനോവേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ കാണുന്ന ഈ ഒരു ദേവാലയം ആക്കിയിരിക്കുന്നത്. എന്നിട്ടും ഈ പള്ളിയുടെ പല ഭാഗങ്ങളിലായിട്ട് ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എൻട്രി ഫീസോ കാര്യങ്ങളൊന്നും തന്നെയില്ല. പക്ഷെ നമുക്ക് നേർച്ച ഇടണമെങ്കിലൊക്കെ ചെറിയ ചെറിയ ബോക്സുകൾ അവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് നേർച്ച ഇടാം. പിന്നെ അതുപോലെ തന്നെ മെഴുകുതിരി കത്തിക്കാനൊക്കെ സാധിക്കും. അവിടെ ഇതുപോലെ തന്നെ ഒരു ബോക്സിൽ പൈസ ഇട്ടിട്ട് നമുക്ക് അവിടെ ആവശ്യമുള്ള മെഴുകുതിരിയൊക്കെ എടുത്തിട്ട് കത്തിക്കാനായിട്ട് സാധിക്കും. ഈ പള്ളിയുടെ വാളിൽ ഇഷ്ടംപോലെ ആർട്ട് വർക്ക്സ് കാണാനായിട്ട് സാധിക്കും. ഇത് പള്ളിയുടെ വിൻഡോസാണ്. അപ്പം ഈ വിൻഡോയിലൊക്കെ പെയിൻറ്റിങ്സ് ചെയ്തിരിക്കുകയാണ്. എല്ലാ പുണ്യാളന്മാരും ഇതിവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ തൂണുകളൊക്കെ ഭയങ്കര വലിയ തൂണുകളാണ്. പടുകൂറ്റം തൂണുകളും. ഇതൊരു അത്ര വലിയ പള്ളി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫൗണ്ടേഷൻ അത്ര സ്ട്രോങ് ആയതുകൊണ്ടാണ് ഈ ഒരു പള്ളി ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നത്. 1000-ലേറെ വിസിറ്റേഴ്സാണ് ഒരു ദിവസം ഈ പള്ളിയിലേക്ക് വരുന്നത്. ഇത് ഈ ഒരു ദേവാലയത്തിൻ്റെ അൾത്താരയാണ്. ഇത് 12 ശിഷ്യന്മാരുടെ പ്രതിമകളാണ് ഈ ഒരു വാളിൽ വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പള്ളി നിർമ്മിക്കുന്നത് 3 രാജാക്കന്മാരുടെ തിരുശേഷിപ്പ് വെക്കാനായിരുന്നു. അതായത് ഈശോ ജനിച്ചപ്പോൾ കാണാനെത്തിയ 3 രാജാക്കന്മാരുടെ തിരുശേഷിപ്പ് ഈ സ്വർണം കൊണ്ട് പൂശിയ ഈ ഒരു പെട്ടിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആർച്ച് ബിഷപ്പ് ഫിലിപ്പ് ഒന്നാമൻ്റെ ശവകുടീരമാണിത്. വെങ്കലം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ആർച്ച് ബിഷപ്പ് ഫെഡറിക്കിൻ്റെയും ശവകുടീരം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ദേവാലയത്തിൻ്റെ മിനിയേച്ചർ രൂപമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് 2 കൂർത്ത ട്രേസറി സ്പിയറുകളുള്ള ഇരട്ട കത്തീഡ്രൽ എന്നാണ് ഈ ഒരു ദേവാലയത്തിന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ മോൾവശത്തായിട്ട് കുരിശാകൃതിയിലാണ് ഇതിൻ്റെ ഒരു രൂപം കാണാനായിട്ട് സാധിക്കുന്നത്.